ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മലബാർ മേഖലയിൽ മാത്രമല്ല ഇന്ന് തെക്കൻ കേരളത്തിലും LDF വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ ആലപ്പുഴ ഈ ജില്ലകളിലെല്ലാം ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് CPMന് നഷ്ടമായിട്ടുള്ളത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയായിരിക്കും ഈ പ്രകടനം നിലനിർത്തുവാൻ LDFന് കഴിയുമോ? നമ്മൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും, ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലമൊക്കെ ആര് പിടിക്കുന്നുവോ അത് അവരായിരിക്കും തലസ്ഥാനം സംസ്ഥാനം ഭരിക്കുക എന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അത് ശരിയാണ്. ഇപ്പോൾ തിരുവനന്തപുരവും കൊല്ലവും നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകളും LDFന് തന്നെയാണ്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ആലപ്പുഴ ഈ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ചില സീറ്റുകൾ ഉറപ്പായും CPMന് നഷ്ടമാകും. അത് നമുക്ക് ഏവർക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് നമുക്ക് ഉറപ്പായും പറയാവുന്ന ചില മണ്ഡലങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ എടുക്കാം. BJP ഏറെ നോട്ടമിട്ടിരിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് A ക്ലാസ് ലോക്സഭാ മണ്ഡലം, A ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങളും ഉണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയുമാണ് പ്രധാനമായിട്ടുള്ള നോട്ടങ്ങൾ. അതിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിയമം തന്നെ ആദ്യം എടുക്കുക. നിയമമാണല്ലോ BJPക്ക് ഒരു കൈനീട്ടം കൊടുത്തത് 2016. 2011 ആ മണ്ഡലം രൂപീകൃതമായത്. അപ്പോൾ ഏതാണ്ട് ഒരു 6000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടാണ് CPM വിജയിച്ചത്. 2021 വന്നിട്ട് ശിവൻകുട്ടി ജയിക്കുന്നത് 4000 വോട്ട് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ വലിയ വിജയമാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നഗരസഭാ വാർഡുകൾ നല്ല പങ്കും നേമം മണ്ഡലത്തിലുള്ളതിൽ BJPക്ക് അനുകൂലമാണ്. വലിയ ധാരാളം RSS ശാഖകളും ഒക്കെയുള്ള ഒരു പിൻബലവും നേമം മണ്ഡലത്തിനുണ്ട്. അപ്പോൾ ആ നേമം മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന് BJPയുടെ വലിയ ആഗ്രഹം തന്നെ. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ അത് CPMൻ്റെ കയ്യിൽ നിന്ന് ആ സീറ്റങ്ങ് പോകും എന്നുള്ളത് ഉറപ്പായിട്ട് ഉള്ള കാര്യം തന്നെയാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ്. 2016-ലും 2021-ലും കടകംപള്ളി സുരേന്ദ്രൻ 2016 മന്ത്രിയുമായിരുന്നിട്ടുണ്ട്. ദേവസ്വവും വൈദ്യുതി മന്ത്രിയും ഒക്കെ ആയിരുന്നിട്ടുണ്ട്. വൈദ്യുതി ആയിരുന്നു ആദ്യം, പിന്നീട് മാറ്റി ദേവസ്വത്തിലേക്ക് വന്നു. കടകംപള്ളിയെക്കുറിച്ച് വലിയ ആക്ഷേപവും പരാതിയും ഒക്കെ ആ മണ്ഡലത്തിൽ നിന്നും എല്ലായിടത്തും വിഭാഗീയതയുടെ വലിയ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അതെ, കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ BJPയും വലിയ മുന്നേറ്റം കുറിച്ചിട്ടുള്ള ഇടമാണ്. 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ വലിയ 16-ൽ V മുരളീധരൻ, 21 ശോഭയും മത്സരിക്കുന്നു. അപ്പം ഇപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാമത് പോയ ഇടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് BJPക്ക് ഒന്ന് ഒത്തൊരുമയോടുകൂടി നിന്നു കഴിഞ്ഞാൽ അവിടം BJPയുടെ കൈകളിലേക്ക് വരും. അപ്പോൾ അത് CPMന് സ്വാഭാവികമായും നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ അവിടെ അഡ്വക്കേറ്റ് JS അഖിലായിരിക്കും മത്സരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മൂന്നാമത്തെ മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ അവിടെ ഇത് മുൻപ് ഈ K മുരളീധരന് അവിടെ ചേർന്ന് നിന്ന ഒരു മണ്ഡലമാണ്. മുരളീധരനെ അങ്ങോട്ടേക്ക് വടകരയിലേക്ക് വിട്ടുകഴിഞ്ഞ അവസരത്തിൽ പിന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മേയറായിരുന്ന VK പ്രശാന്ത് വന്നു, വിജയിച്ചു. 21-ലും പ്രശാന്ത് തുടരുകയും ചെയ്തു. ഈ VK പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് വിടാനായുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം കടകംപള്ളി 2 തവണ മത്സരിച്ച് വിജയിച്ചത് കൊണ്ട് ഇനി ഒഴിവാകും. അപ്പോൾ VK പ്രശാന്ത് കഴക്കൂട്ടത്തുകാരൻ തന്നെയാണ്. അപ്പോൾ BJPയോട് നേരിടാൻ പറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ പ്രശാന്തിനെ അവിടേക്ക് കൊണ്ടുവരും എന്നൊരഭിപ്രായമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ CPMൻ്റെ ആരെന്നുള്ളത് ഒരു ചോദ്യം വരുന്നുണ്ട്. ഇവിടെ പക്ഷേ കരുണാകരൻ്റെ മകൻ മുരളീധരൻ മത്സരിക്കാൻ വലിയ സാധ്യതയില്ല. അദ്ദേഹത്തിന് സംശയമുണ്ട്. കാരണം അത് BJPക്ക് അനുകൂലമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നോട്ടം എന്ന് പറയുന്നത് തരൂര് കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ മത്സരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം ഇവിടെ വട്ടിയൂർക്കാവും CPMൻ്റെ കയ്യിൽ നിന്ന് പോകാനുള്ള
സാധ്യതയുണ്ട്. BJPയുടെ വലിയ മുന്നേറ്റം കുറിച്ച ഇടമാണ്. മുമ്പ് CPM TN സീമ മത്സരിക്കുമ്പോൾ മൂന്നാമത് വന്നു പോയി എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നാലാമത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരിക. തിരുവനന്തപുരം പഴയ വെസ്റ്റാണ്. MV രാഘവൻ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഇടമാണ്. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവാണ്. ആന്റണി രാജുവിന് ഇനി ഏതായാലും അടുത്ത തവണ സീറ്റ് കൊടുക്കത്തുമില്ല. ഈ സീറ്റ് അങ്ങ് CPM ഏറ്റെടുക്കും. പക്ഷേ ഇവിടെ UDFിൻ്റെ പിന്നെ ഇപ്പോൾ പറയുന്ന പേര് കോൺഗ്രസ്സിലെ ശബരിനാഥൻ്റെ പേര് പറയുന്നുണ്ട്. ശബരിനാഥിന് അരുവിക്കരയിൽ തോറ്റത് സ്റ്റീഫൻ തോപ്പിച്ചല്ലോ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ UDFിലെ ഘടകകക്ഷിയായ പിന്നെ CMP CP ജോൺ മത്സരിക്കുന്നു എന്ന് തന്നെ ഉറപ്പാക്കിക്കൊണ്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അത് പിന്നെ CP ജോണിന് അതൊരു ഉറച്ച വിശ്വാസമുണ്ട്, മണ്ഡലം രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നാലെണ്ണം പോവുകയും ചെയ്യും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും CPMന് ഉറപ്പായി നഷ്ടപ്പെടാൻ പോകുന്ന സീറ്റുകളാണെങ്കിൽ ഇനി നമ്മൾ കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം ജില്ലയിൽ ചവറയിലേക്ക് വരിക. ചവറയിലെ 2016 വിജയംപിള്ളയാണ് മത്സരിച്ചത്. CPM സ്വതന്ത്രനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ സംഭവിച്ചു. 21 സുജിത് വിജയംപിള്ള ഡോക്ടർ വെറും 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും LDF തരംഗം ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഷിബു ബേബി ജോൺ മത്സരിക്കാൻ ഇറങ്ങും. അവിടെ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ നിൽക്കുന്നത് കൊണ്ട് ഷിബുവിന് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് RSPയുടെ ഒരു തട്ടകം കൂടിയാണ് ചവറ. ഷിബു ബേബി ജോൺ വിജയിച്ചാലും UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനവും ഉറപ്പാണ്, കാരണം RSPയിൽ നിന്നുള്ള. പിന്നെ ഉണ്ടാകാൻ പോകുന്നത് കൊല്ലം ആസ്ഥാനമായിട്ടുള്ള കൊല്ലം നിയമസഭാ മണ്ഡലമാണ്. അത് നമുക്കറിയാം, ഏവർക്കും അറിയാം. മുകേഷാണ് ഇപ്പോൾ അവിടുത്തെ MLA 2016-ലും 2021-ലും. അതിനിടയ്ക്ക് 24-ൽ ലോക്സഭയിലേക്ക് പ്രേമേന്ദ്രനെതിരെ മത്സരിച്ച് ദയനീയമായ പരാജയം ഉണ്ടാവുകയും ചെയ്തു. ഇനി കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കൊല്ലത്തുള്ളത്. കാരണം കൊല്ലത്ത് CPMൽ അത്രത്തോളം പ്രശ്നങ്ങളായി. മുകേഷ് വന്നതോടുകൂടി ആ മണ്ഡലം അതിലൂടെ തന്നെ കൈവിടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതായി. പിന്നീട് അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂര് കോവൂർ കുഞ്ഞുമോനാണ്. അവിടെ ഇപ്പോൾ വിവാദം കത്തി നിൽക്കുകയാണ്. കോവൂർ കുഞ്ഞുമോനെ വേണ്ട തരത്തിലൊന്നും പിണറായി സർക്കാർ പരിഗണന പോലും കൊടുത്തിട്ടില്ല. ഘടകകക്ഷിയായിട്ട് പോലും അങ്ങോട്ടേക്ക് കൂട്ടി നിർത്തിയിട്ടില്ല. ഉല്ലാസ് കോവൂരായിരിക്കും മിക്കവാറും അവിടെ മത്സരിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത്രത്തോളം ഒരു പരക്കെ ഒരു പ്രതിഷേധം തിരിച്ച് RSPയിലേക്ക് തന്നെ മടങ്ങാനുള്ള സാധ്യതയും അദ്ദേഹം ഈ RSP പ്രേമചന്ദ്ര വിഭാഗം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇദ്ദേഹം അവിടെ ഉറച്ചു നിന്നത്. വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാമല്ലോ. തിരിച്ചു വരാം. പക്ഷെ അത് എത്ര സാധ്യത ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്തായാലും കോവൂർ കുഞ്ഞുമോൻ തിരിച്ചു വന്നാൽ പോലും ആ മണ്ഡലം കാരണം അവിടെ സീറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ ഉല്ലാസ് കോവൂറിന് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. UDFന് അത് തിരിച്ചു പിടിക്കാം. അതുപോലെ കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ ഐഷ പോറ്റിയാണ് 2011-ൽ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയത്. പിന്നീട് ഐഷ പോറ്റിയുടെ ഒരു കുതിപ്പായിരുന്നു. കഴിഞ്ഞ തവണ ഐഷ പോറ്റി അവിടെ നിന്ന് മാറ്റി ബാലഗോപാലിനെ ഇറക്കി. ഇനിയിപ്പോൾ ഐഷ പോറ്റി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി കോൺഗ്രസിലേക്ക് വന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഐഷ പോറ്റി CPMനെ അവിടെ തീർക്കും. അപ്പോൾ കൊല്ലം ജില്ലയിലും 4 മണ്ഡലങ്ങളായി ചവറ, കൊല്ലം, കുന്നത്തൂർ, കൊട്ടാരക്കര. ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോയാൽ ഒന്നാമത്തെ നോക്കുക അമ്പലപ്പുഴ സുധാകരൻ്റെ തട്ടകമാണ്. അവിടെ സലാം ഈ ഒരു SDPI ബന്ധമൊക്കെ ഉള്ള ആളാണ്. അപ്പം അവിടുത്തെ CPMൻ്റെ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ നല്ലൊരു UDF സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ CPMൻ്റെ തട്ടകം ഇവർക്ക് പൊളിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ വരുന്നത് ചെങ്ങന്നൂർ. സജി ചെറിയാനെ കുറിച്ച് പരക്കെ ആക്ഷേപവും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അത് ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നത് കൊണ്ട് സജി ചെറിയാനെ പരാജയപ്പെടുത്താൻ അബിൻ വർക്കി അല്ലെങ്കിൽ ജ്യോതി വിജയകുമാറിനെ ഇറക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും UDFന് അനുകൂലമായി മാറും. പിന്നീട് കായംകുളത്ത് പക്ഷേ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിച്ച് കായംകുളത്ത് വലിയ ലീഡ് നേടിയ ഇടമാണ്.
അവിടെ പക്ഷേ എന്തായാലും UDF-ലെ അരിത ബാബു ആയിരിക്കും 2021 മത്സരിച്ചു. അവിടെ അപ്പോൾ CPM-ൽ പ്രതിഭാകാരിയായിരിക്കത്തില്ല ഇനിയും, പക്ഷെ ഒരു വനിതയെ അവരിറക്കും. ശക്തമായി വനിതകൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന ഒരിടമായിട്ട് മാറും. പക്ഷേ ശോഭാ സുരേന്ദ്രന് ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്. പിന്നീട് വരുന്നത് കുട്ടനാട് മണ്ഡലമാണ്. കുട്ടനാട് NCP കയ്യിൽ വച്ചിരിക്കുന്നതാണ്, തോമസ് കെ തോമസ്. പക്ഷേ NCP ഇപ്പോൾ ഏതാണ്ട് അപ്രസക്തമായിരിക്കുകയാണ്. CPM ആ സീറ്റ് എടുക്കും. പക്ഷേ BJP ഇവിടെ വളരെ സേഫായിട്ട് ഷോൺ ജോർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഇവിടെ CPM-ൻ്റെ കയ്യിൽ നിന്ന് ഈ സീറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് 4 നിയമസഭാ മണ്ഡലങ്ങൾ, കായംകുളം, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, കുട്ടനാട്, ഇങ്ങനെ 12 സീറ്റ് ഉറപ്പായും ഈ 3 ജില്ലകളിൽ നിന്ന് CPM-ന് നഷ്ടപ്പെടാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.